ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ IB സെക്യൂരിറ്റി എക്സാംസിന്റെ ടയർ 2 ഒക്കെ ഒരുപാട് പേര് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബാച്ചിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒരുപാട് പേര് അവരുടെ എക്സാമിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. വളരെ നല്ല കാര്യം. അപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ ടയർ 2 എക്സാം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഒരു ക്വാളിഫയിങ് റൗണ്ട് മാത്രമായിരുന്നു അല്ലെ? ക്വാളിഫയിങ് എക്സാം ആണ്. അപ്പോൾ നമ്മുടെ ടയർ 1 എക്സാംസിന്റെ സ്കോർ നോക്കിയിട്ട് നമുക്ക് ഇനി എന്ത് വരും? ടയർ 3 വരും. അപ്പോൾ സ്കോർ നോക്കും. ഈ ടയർ 2 ക്വാളിഫൈ ചെയ്തവരിൽ നിന്ന് സ്കോർ നോക്കിയിട്ട് ഹയർ മാർക്സ് കിട്ടുന്നവർക്കാണ് എന്ത് വരിക? നമുക്ക് ഈ പറയുന്ന പോലെ ടയർ 3യിലേക്കുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളെല്ലാം വരിക അല്ലെ? അപ്പൊ ടയർ 2വിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഏകദേശം എന്നത്തേക്ക് അറിയാമെന്നുള്ളതാണ് പലരുടെയും ഒരു കൺസേൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടയർ 3യുടെ പ്രിപ്പറേഷൻസ് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യണം? ടയർ 2 റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതൊക്കെ പലർക്കും ഒരു സംശയമായിരിക്കും അല്ലേ? അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാം, നമുക്കിപ്പോൾ ഒരു എക്സാക്ട് ഡേറ്റിനെ കുറിച്ചോ കാര്യങ്ങൾ അറിയത്തില്ല എങ്കിൽ പോലും ഈ പറയുന്ന IBയുടെ ഒരു പാറ്റേൺ നിങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാംസ് നടന്നതിന് ശേഷം വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് വരും? റിസൾട്ട് വരും അല്ലെ? ഇപ്പോൾ ഉടനെ ഈ ഒരു മാസം തന്നെ റിസൾട്ട് വരുന്ന കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. എങ്കിലും മോസ്റ്റ് പ്രോബബ്ലി ഈ പറയുന്ന ഒരു മാർച്ച് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക്, മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏപ്രിൽ ആദ്യമൊക്കെ വരുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിസൾട്ട് ഏകദേശം അറിയാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ധാരണ അല്ലെ? അതായത് അപ്രോക്സിമേറ്റ്ലി പറഞ്ഞാൽ 30 to 45 ഡേയ്സ് ആണ്. ഒരു 30 to 45 ഡേയ്സ് ആണ് നിങ്ങൾക്ക് ടയർ 2 നിങ്ങൾ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ധാരണ കിട്ടാനായിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ ആ ഒരു റിസൾട്ട് വന്നതിന് ശേഷം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് വരും? റിസൾട്ട് വരും. പക്ഷേ ഈ ഒരു റിസൾട്ട് വരുമ്പോഴത്തേക്ക് മാത്രം നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? അതായത് ടയർ 3യിലൊക്കെ പ്രിപ്പറേഷൻസ് പിന്നെ വരുന്ന റിസൾട്ട് അറിഞ്ഞ് ക്വാളിഫൈഡ് ആയി എന്ന് ഉറപ്പായതിനു ശേഷം പഠിച്ചാൽ മതിയോ എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ അല്ലെ? പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടൈം പീരീഡിന് ശേഷം, അതായത് നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ഒരു 20-25 ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വരാൻ പോകുന്ന ടയർ 3 എക്സാംസും അതായത് ഇന്റർവ്യൂ സെക്ഷനും എന്ത് ചെയ്യാം? ചിലപ്പോൾ ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ റിസൾട്ട് വന്ന് ഒരു മാസം ഗ്യാപ്പ് എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല അല്ലെ? ഏകദേശം വന്നാൽ നല്ല കാര്യം. പക്ഷേ 20 to 25 ഡേയ്സിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ എക്സാംസ് വരാനുള്ള, നമ്മുടെ ഇന്റർവ്യൂ വരെ ടയർ 3 നടക്കാനുള്ള എന്താണ് സാധ്യത വളരെ കൂടുതലാണ് അല്ലെ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അതിന്റെ എല്ലാ പ്രിക്കോഷൻസും അടക്കം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സെക്ഷൻ തന്നെയാണ് ഈ ടയർ 3 എന്ന് പറയുന്നത് അല്ലെ? അല്ല റിസൾട്ട് വന്ന് ലാസ്റ്റ് ഒരു 20 to 25 ഡേയ്സിൽ മാത്രമാണ് ഇതിനുവേണ്ടി പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. അപ്പൊ എപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ തുടങ്ങണമെന്ന് ചോദിച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ ടയർ 1ലെ സ്കോറുകളെ കുറിച്ച് അറിയാമെന്നുള്ള സ്ഥിതിക്ക് ടയർ 2 ക്വാളിഫൈഡ് ആകും അല്ലെ? ടയർ 2 ക്വാളിഫൈഡ് ആകും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഈ വരാൻ പോകുന്ന വീക്കൊക്കെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം വളരെ ഡീപ്പായിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. കണ്ടന്റ് പഠിക്കുക, കണ്ടന്റ് അപ്പുറമായിട്ട് നമുക്ക് നല്ല പേഴ്സണാലിറ്റി ഇംപ്രൂവ്മെന്റും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണും അങ്ങനെ ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ എക്സ്പെർട്സിന്റെ സഹായത്തോട് കൂടി വേണ്ട നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അല്ലേ? സോ നമുക്ക് നമ്മുടെ മുൻപിൽ വെക്കുന്ന ഏറ്റവും മിനിമം ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 70 ഡേയ്സ് ആണ് മാക്സിമം അല്ലെ? 70 ഡേയ്സ് ആണ് ഒരു മിനിമം ടാർഗറ്റ്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു 70 ദിവസത്തിനകത്ത് എക്സാം നടക്കാനുള്ള ടയർ 3 നമുക്ക് നടക്കാനുള്ള സാധ്യത എന്താണ്? കൂടുതലാണ് അല്ലെ? 70 to 90 ഡേയ്സ് ഒക്കെ നമുക്ക് പറയാം. അപ്പൊ അത്രയും നമ്മൾ പോകുന്നില്ല. നമ്മൾ എപ്പോഴും മിനിമം ലെവലിൽ നമ്മൾ എന്ത് ചെയ്യാം? ആലോചിക്കാം അല്ലെ? ഏറ്റവും അടുത്ത് വരാൻ സാധ്യതയുള്ള ഡേറ്റ് പോസിബിലിറ്റി എന്താണെന്നുള്ളത് ആലോചിക്കാം. അപ്പൊ ഏകദേശം ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ 70 ഡേയ്സിനൊക്കെ ആകുമ്പോൾ തന്നെ എന്താണ് വേണമെങ്കിൽ എക്സാംസ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ ഒരു ടൈം ലിമിറ്റ് വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? നമ്മുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെ? അതുകൊണ്ട് ഞാൻ പറയുന്നത് എക്സാം അടുപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ടയർ 2ന്റെ റിസൾട്ട് വരട്ടെ എന്നിട്ട് നോക്കാന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെ? നിങ്ങൾ ടയർ 2 നിങ്ങൾ ക്വാളിഫൈഡ് ആകും എന്ന കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇവൻ ടയർ 2 ക്വാളിഫൈഡ് ആകാൻ ഞാൻ പറഞ്ഞാണ് രണ്ടും അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെ? രണ്ടും അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ ഒരു പാസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു, നിങ്ങൾ ഒരു പാസ് നല്ല രീതിയിൽ മിസ്റ്റേക്സ് ഒക്കെ കുറച്ച് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് പാസ് അതിന്റെ ഒരു 2-3 പാരഗ്രാഫ്സ് ഒക്കെ വരെ കുഴപ്പമില്ലാത്ത നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ അങ്ങനെയുള്ളവർക്ക് പോലും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ? നമുക്ക് 20 മാർക്ക് മതി. 20 മാർക്സ് ആണ് നമ്മുടെ ടയർ 2ന്റെ ക്വാളിഫൈങ് മാർക്സ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നല്ല രീതിയിൽ ഒരു പാസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യും. പലർക്കും ടെൻഷൻ ആയിരിക്കും, ഞാൻ ക്വാളിഫൈഡ് ആകുമോ അല്ലെങ്കിൽ എത്ര മാർക്ക് വേണം എന്നുള്ളതൊക്കെ അല്ലെ? ഞാൻ പറഞ്ഞാൽ 90% അപ്പോൾ ക്വാളിഫിക്കേഷൻ വരുന്ന ഒരു എക്സാം തന്നെയാണ് നമ്മുടെ ടയർ 2 എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു എക്സാമിൽ ഈ ഒരു ഫോർമുല ഞാൻ പറഞ്ഞ മിനിമം സാധ്യതയാണ്. നിങ്ങൾ ഒരെണ്ണം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു, ഈവൻ അടുത്ത പാസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2-3 പാരഗ്രാഫ് വരെ നിങ്ങൾ എന്ത് ചെയ്തു? കുഴപ്പമില്ല അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനെ എഴുതിയിരിക്കുന്ന കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ എഴുതിയവർ പോലും എന്ത് ചെയ്യാം? ക്വാളിഫൈഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, മിനിമം ക്വാളിഫൈ ചെയ്യാനുള്ള മിനിമം കണ്ടീഷൻസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് മുകളിലോട്ട് പെർഫോം ചെയ്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്റർവ്യൂവിനായിട്ട് അല്ലെങ്കിൽ ടയർ 1ന്റെ മാർക്കും കൂടെ നോക്കിയിട്ട് ടയർ 3 നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇമ്പോർട്ടന്റ് ആണ്. ടയർ 2ന്റെ റിസൾട്ട് വരുന്നവരെങ്കിൽ എന്ത് ചെയ്യണം എന്നില്ല, വെയിറ്റ് ചെയ്യേണ്ട. ഈ ഒരു രീതിയിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കും? നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ടയർ 3യുടെ പ്രിപ്പറേഷൻസ് എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ അറിയാവുന്ന പോലെ തന്നെ ടയർ 2 എക്സാംസിന്റെ വൺ ഓഫ് ദ മോസ്റ്റ്
ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസ്സുകളിലൊന്നാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ നമ്മൾ കഴിഞ്ഞ ഒരു സെക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. ടയർ 2 ക്ലാസ് നമ്മൾ ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ അടുത്ത ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ടയർ 2 എക്സാംസിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ക്വാളിറ്റി ഉള്ള ക്ലാസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒരുപാട് പേരെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടും പറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിനുശേഷം ഇനി പറയുന്ന പോലെ ഇന്റർവ്യൂവിന് വേണ്ടി അല്ലെ ഇന്റർവ്യൂവിന് വേണ്ടി ടയർ 2 എക്സാംസ് ക്വാളിഫൈഡ് ആകും. ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടിയുള്ള വളരെ നല്ലൊരു എക്സ്പേർട്സിന്റെ സഹായത്തോടുള്ള ഒരു ക്ലാസ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള IBSയുടെ മോക്ക് ഇന്റർവ്യൂ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ റിസൾട്ട് വന്നിട്ട് പ്രിപ്പറേഷൻസ് തുടങ്ങാന്നുള്ളതല്ല, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം തന്നെയാണ്. ഓക്കെ, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ റീസെന്റ് ആയിട്ട് നടന്ന IBSയുടെ ഇന്റർവ്യൂസ് നോക്കുമ്പോൾ അതിനെ ബേസ് ഉള്ള കണ്ടന്റ് ബേസ് അതിനെ കുറച്ചെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കണ്ടന്റും അതിന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂ സ്ട്രാറ്റജി ക്ലാസ് ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ സ്ട്രാറ്റജി ക്ലാസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ആ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓറിയന്റേഷൻ സെക്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡിംഗ് അതുപോലെ പേഴ്സണാലിറ്റി ബിൽഡിംഗുമായിട്ട് എല്ലാം ബന്ധപ്പെട്ട ഓറിയന്റേഷൻ സെക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മോക്ക് ഇന്റർവ്യൂ സെക്ഷൻസ്, എക്സ്പെർട്ട് ബേസ് ആയിട്ടുള്ള മോക്ക് ഇന്റർവ്യൂ സെക്ഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ IBSയുടെ മോക്ക് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ബാച്ച് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരുപാട് നമുക്ക് ഈ ക്ലാസ്സുകൾ നോക്കുമ്പോൾ ക്വാളിറ്റി ക്ലാസിന്റെ അഭാവം നല്ല രീതിയിൽ നിങ്ങൾ ഫേസ് ചെയ്യാറുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഏറ്റവും ബെസ്റ്റ് ക്ലാസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ ടയർ 2 പോലും ഏറ്റവും ബെസ്റ്റ് ക്ലാസ് തന്നെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. അതിൻ്റെ ആയിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ബെസ്റ്റ് ക്ലാസ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂവിനുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ച് ആണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. എത്രയും വേഗം സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പ് വരുത്തുക. പ്രിപ്പറേഷൻസ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റ് എക്സാമ്പിൾ തമാശയായിട്ട് വിടുന്ന പോലെയല്ല. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ പ്രിപ്പറേഷൻസ് ആവശ്യമുള്ള ഒരു സ്റ്റേജ് തന്നെയാണ് അല്ലേ. നമ്മൾ ടയർ 2 ആകുമ്പോൾ നമ്മൾ പറയുമായിരുന്നു, വീണ്ടും നമ്മൾ പറയായിരുന്നു നിങ്ങൾ ഈ രീതിയിൽ പെർഫോം ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കാണ്ടെന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ടയർ 3 എന്ന് പറയുമ്പോഴത്തേക്കും ഫൈനൽ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സിൽ മുന്നോട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ട ടോപ്പിക്ക് തന്നെയാണ്. അതിനകത്ത് ഒരു കോംപ്രമൈസും ഉണ്ടാവാനായിട്ട് പാടില്ല. സോ എത്രയും വേഗം അഡ്മിഷൻസ് എടുക്കുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്.